നമസ്കാരം. ക്രേസി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലെ? ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആളുകൾക്കോ, അല്ലെങ്കിൽ നിലവിൽ ജോലിയുണ്ട് പക്ഷെ കുറച്ചുകൂടി ഉയർന്ന ഒരു ശമ്പളമുള്ള ജോലി ആഗ്രഹിക്കുന്നവർക്കോ, ജോലിയിൽ എന്തെങ്കിലും തടസ്സങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് അത്ര സന്തോഷകരമല്ലാത്ത അവസ്ഥയോ, അതല്ല എങ്കിൽ ഇപ്പൊ പറയുന്നത് എന്തെങ്കിലും നിങ്ങൾക്കുള്ള പാരവയ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു ജോലിയിലും ശാശ്വതമായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല, 2-3 മാസം കഴിയുമ്പോഴത്തേക്ക് അവിടുത്തെ ജോലി നഷ്ടപ്പെടുന്നു, അടുത്ത സ്ഥലത്ത് നോക്കുന്നു, വീണ്ടും അവിടെ കൂടിപ്പോയ 3-4 മാസം അവിടുത്തെ ജോലി നഷ്ടപ്പെടുന്നു. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ, അതായത് ഒരു സെക്യൂരിറ്റി ഇല്ല, ജോബ് സെക്യൂരിറ്റി ഇല്ല, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. എന്നെ കൊണ്ട് എന്തെങ്കിലും ചിലപ്പോൾ എൻ്റെ വാക്കുകൾക്ക് നിങ്ങൾക്കൊരു ആശ്വാസം നൽകാനായിട്ട് സാധിക്കും എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോ ജോബ് അഫർമേഷൻ അല്ലെങ്കിൽ ജോബ് മാനിഫെസ്റ്റേഷൻ എന്നുള്ളതാണ് എൻ്റെ ടോപ്പിക്ക്. ഇതിലെ പ്രൈവറ്റ് ജോലി ആയിരുന്നാലും ഗവൺമെന്റ് ജോലി ആയിരുന്നാലും നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ജോലി ഇന്നത്തെ കാലത്ത് ആവശ്യമാണ്. ഒരു കുടുംബത്തിൽ എത്ര പേരുണ്ടോ അത്രയും പേരുടെ വരുമാനം നമ്മുടെ കുടുംബത്തിലേക്ക് വന്നെങ്കിൽ മാത്രമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് വലിയ കുഴപ്പം കൂടാതെ ജീവിച്ചു പോവാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ? അപ്പൊ വരുമാനം വേണമെങ്കിൽ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യണം. ഞാനിവിടെ ജോബ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു വൈറ്റ് കോളർ ജോബ് എന്നുള്ള ഒന്നുമല്ല, ജോലി അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ വലിയ കമ്പനിയിലെ CEO അല്ലെങ്കിൽ MD പോസ്റ്റിലേക്കുള്ളതെന്ന് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ വേണം, അത് സ്ഥിരമായിരിക്കണം, അതിൽ നിന്ന് നമുക്ക് കുഴപ്പമില്ലാത്ത, നമ്മൾ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ച് നമുക്ക് തക്കതായിട്ടുള്ള ഒരു വരുമാനവും കിട്ടണം, നല്ല രീതിയിൽ നമ്മുടെ കുടുംബം മുമ്പോട്ട് പോകാനും സാധിക്കണം. അത്ര മാത്രമാണ് ഞാൻ ഈ ജോബ് മാനിഫെസ്റ്റേഷൻ ഉള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിനായിട്ട് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? ആദ്യത്തെ കാര്യം തന്നെ, നമ്മുടെ മനസ്സിൽ നിന്നും ചില നെഗറ്റീവിനെ നമുക്ക് ഇല്ലായ്മ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏതാണ് ഈ നെഗറ്റീവ് എന്ന് പറയുന്നത്? ഒന്നാമത്തെ കാര്യം തന്നെ ഭയമാണ്. കാരണം ഇപ്പോഴത്തെ ജോലിയിൽ നമുക്ക് ഉള്ള ഒരു ടെൻഷൻ, സ്ട്രെസ്, അല്ലെങ്കിൽ ഇത് എത്ര കാലം മുമ്പോട്ട് പോകും എന്നുള്ളതും, നിലവിലുള്ള നമ്മുടെ ആവശ്യകതകളുമായിട്ട് മാച്ച് ചെയ്യാൻ തക്കവണ്ണമുള്ള ഒരു ശമ്പളം നമുക്കില്ല എന്നുള്ളതുമാണ് ഇപ്പോഴത്തെ ഒട്ടുമിക്കവരുടെയും ഭയം എന്ന് പറയുന്നത്. ചെലവുകൾ നീങ്ങാനായിട്ടുള്ള തുകയും കിട്ടുന്ന തുകയും തമ്മിൽ മാച്ചാകുന്നില്ലാത്ത ഒരു അവസ്ഥ. അത് എത്ര നാള്, തികച്ചും പ്രൈവറ്റ് ജോബ് ആവുമ്പോൾ നമുക്കറിയാം മുമ്പോട്ട് എത്ര നാള് പോകാൻ പറ്റില്ല എന്നുള്ളത് അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള ഈ നെഗറ്റീവ് എന്ന് പറയുന്ന ഭയത്തെ അല്ലെങ്കിൽ സംശയത്തെ നമ്മൾ ആദ്യമേ തന്നെ മാറ്റണം. അത് പറയുമ്പോൾ എളുപ്പമാണ് എങ്കിലും പ്രാവർത്തികമാക്കാനായിട്ട് നിരന്തരം പ്രാക്ടീസ് കൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് നെഗറ്റിവിറ്റിയെ ഇല്ലായ്മ ചെയ്യുക. നെഗറ്റിവിറ്റിയെ ഇല്ലായ്മ ചെയ്ത് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യമേ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. ഇനി അഫർമേഷൻ ആണ് രണ്ടാമതായിട്ടുള്ളത്. അഫർമേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള വാചകങ്ങളാണ്, ദൃഢപ്രതിജ്ഞാ വാചകങ്ങൾ എന്ന് പറയും. നമ്മൾ ഉറപ്പിക്കുകയാണ്. നിരന്തരം നമ്മളിത് പറഞ്ഞ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇതാണ് യാഥാർത്ഥ്യം എന്നുള്ള ലെവലിലേക്ക് വിശ്വസിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് അഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനായിട്ട് എങ്ങനെ പറയാം? അതായത് ഇപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി എടുക്കുക. ആഗ്രഹിക്കുന്ന ജോലി എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഒട്ടുമിക്കവരും ആഗ്രഹിക്കുന്ന ജോലി ഒന്നും ആയിരിക്കില്ല ചെയ്യുന്നത്. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ടും ജോലി ചെയ്യാം, കഷ്ടപ്പെട്ടും ജോലി ചെയ്യാം. ഒട്ടുമിക്കവരും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് തന്നെ ശമ്പളം വാങ്ങുന്നവരായിരിക്കും. ആരും വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ പറയട്ടെ, എത്ര ഇഷ്ടപ്പെട്ട ജോലി എന്ന് പറഞ്ഞാലും കഷ്ടപ്പാട് കൂടാതെ 1 രൂപ പോലും പ്രതിഫലം നൽകുന്നതായിട്ടുള്ള സ്ഥാപനങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഏത് ജോലിയിലും, ഈ അടുത്തിടെ എൻ്റെ ഒരു ബന്ധുവിനെ കണ്ടപ്പോൾ പറഞ്ഞതാണ്, അവർ LD ക്ലർക്ക് ആയിട്ട് ജോയിൻ ചെയ്തതാണ്. അപ്പോ അവിടെ ഇല്ലാത്ത ജോലി ഇല്ല എന്നാ പറഞ്ഞ. വൈകിട്ട് 5 മണി എന്ന് പറഞ്ഞാൽ അവർക്ക് 5 മണിക്കൊന്നും കറക്റ്റ്, നമ്മൾ വിചാരിക്കില്ലേ ഗവൺമെന്റ് ജോബ് എന്ന് പറഞ്ഞാൽ 5 മണിയാകാൻ ക്ലോക്ക് നോക്കിയിരിക്കുകയാണ് അപ്പോൾ തന്നെ ഇറങ്ങാന്ന്. അങ്ങനെയൊന്നും ഇല്ല. ആ ജോലി തീർത്തില്ലെങ്കിൽ അടുത്ത ദിവസം അത് പെൻഡിങ് വർക്ക് അവർക്ക് തന്നെ ചെയ്യേണ്ടി വരുന്നുള്ളത് കൊണ്ട് 5:30-നും 6 മണിക്കും ഒക്കെ ഇറങ്ങുന്ന ആളുകളുണ്ട് ഗവൺമെന്റ് ജോബ് ചെയ്യുമ്പോൾ പോലും. അപ്പൊ ഏത് ജോലിയിലും കഷ്ടപ്പാടുകളുണ്ട്. അതിപ്പോ പലരും പറയും ടീച്ചിങ് പ്രൊഫഷൻ ആണെങ്കിൽ വെറുതെ നിങ്ങൾക്ക് പഠിപ്പിച്ചാൽ മതി, എത്ര ദിവസം അവധി. ശരി തന്നെ, പക്ഷെ ഇപ്പോഴത്തെ ടീച്ചിങ് പ്രൊഫഷൻ എന്ന് പറയുന്നത് ടീച്ചിങ് മാത്രമൊന്നും അല്ല, അതിനുപരിയായിട്ടുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും
അതായത് നമ്മൾക്ക് ഓഫീസ് വർക്ക് ഉൾപ്പെടെ ആ കുട്ടികളുമായി ബന്ധപ്പെട്ട് നമുക്ക് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സ്കൂളിൽ ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് വർക്കുകൾ എക്സ്ട്രാ വരുന്നുണ്ട്, മീറ്റിങ്ങുകൾ വരുന്നുണ്ട്, ട്രെയിനിങ് പ്രോഗ്രാമുകൾ വരുന്നുണ്ട്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ടീച്ചിങ് ജോബ് എന്ന് പറയുന്നതും അത്ര ഈസി ടാസ്ക് ഒന്നും അല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആരും അതിനകത്ത് സമാധാനിക്കൊന്നും വേണ്ട. നമ്മൾ ചെയ്യുന്ന ഏത് ജോലിക്കും എന്തുണ്ട്, കഷ്ടപ്പാടുണ്ട്. ഓക്കെ, അപ്പോ അഫർമേഷൻ പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ജോലികൾ ഏതൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതില് നമ്മൾ ഒരു ജോലി എടുക്കുന്നു, അത് ഇന്ന സ്ഥാപനത്തില്. അപ്പൊ ഞാൻ ആ ഇന്ന സ്ഥാപനം എന്ന് പറയുമ്പോൾ ഡാഷ് സ്ഥാപനത്തിൽ, അവിടെ നിങ്ങൾക്ക് തന്നെ ഫില്ല് ചെയ്യാം ഏത് സ്ഥാപനത്തിലാണ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത്. ആ സ്ഥാപനത്തില് ഇന്ന പൊസിഷനിൽ, അതായത് ഇന്ന ഇതായിട്ട് ഇപ്പൊ അക്കൗണ്ടന്റ് ആകാം, ടീച്ചർ ആകാം, ഓഫീസ് സ്റ്റാഫ് ആകാം, പ്യൂൺ ആകാം, സെയിൽസ്മാൻ ആകാം, അങ്ങനെ ഏതാണോ ആ പൊസിഷനിൽ ഇനി പറയേണ്ടത് ഇത്ര രൂപ ശമ്പളത്തില്. ആ ശമ്പളം നമ്മളല്ല നിശ്ചയിക്കുന്നത് എങ്കിൽ പോലും നമുക്ക് ഒരു പരിധിവരെ ഡിമാൻഡ് ചെയ്യാം നമ്മുടെ കഴിവുകൾക്കനുസരിച്ച്. അപ്പൊ ഇത്ര ശമ്പളത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സാലറി, അതും പറയുമ്പോൾ ഇപ്പൊ ചെയ്യുന്നത് പ്യൂൺ ജോബാണ്, 1 ലക്ഷം രൂപ സാലറി എന്ന് പറയുന്നത് മാച്ച് ആവില്ല. അപ്പൊ നമുക്ക് തന്നെ അറിയാലോ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത, നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്ന ഇത്ര രൂപ ശമ്പളത്തിൽ എനിക്ക് ഒരു സ്ഥിര ജോലി ലഭിച്ചു എന്ന ഒരു അഫർമേഷനിൽ എല്ലാ കാര്യങ്ങളും അവിടെ വരുന്നുണ്ട്. ഇന്ന സ്ഥാപനത്തിൽ ഇന്ന ജോലിയില് ഇത്ര രൂപ ശമ്പളത്തില് എനിക്കൊരു സ്ഥിര ജോലി ലഭിച്ചു, താങ്ക് യു. ഓക്കെ, അപ്പൊ അഫർമേഷനുമായി അത് ഗ്രാറ്റിറ്റ്യൂഡുമായി. ഈ അഫർമേഷൻ നമുക്ക് എപ്പോഴൊക്കെ പറയാമോ, ഒരു ദിവസം ഇത്ര തവണ എന്നൊന്നുമില്ല. റോബോട്ടിക് അഫർമേഷൻ പോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കാം. ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴോ നിങ്ങൾ എന്ത് ജോലി ചെയ്യുമ്പോഴാണെങ്കിലും നിങ്ങൾക്ക് ഇത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരിക്കാം ഒരേ വോയിസ് മോഡുലേഷനിൽ. അല്ല എങ്കിൽ രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു 21 തവണ നിങ്ങൾക്ക് ഈ ഒരു അഫർമേഷൻ പറയാം. പറയുമ്പോൾ അത് ഫീൽ ചെയ്തുകൊണ്ട് പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ എല്ലാ വീഡിയോയിലും അത് പറയാറുള്ള കാര്യമാണ്. നമ്മൾ വെറുതെ ഒരു ഇമ്പോസിഷൻ പറയുന്ന പോലെ ഒന്നുമല്ല, ഫീലിങ്സ് ആണ് അവിടെ വർക്ക് ചെയ്യേണ്ടത്. ആ ഒരു സന്തോഷം നിങ്ങൾക്ക് അനുഭവപ്പെടണം. ആ ഫീൽ ചെയ്തുകൊണ്ട് നമ്മളത് പറയുന്നു. ഇനി അത് വിഷ്വലൈസ് ചെയ്ത് കിടന്നുറങ്ങുക. ഓക്കെ, അപ്പൊ അഫർമേഷൻ ആയല്ലോ. ഇനി നമുക്ക് ഇതിനായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. വളരെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ലോ ഓഫ് അട്രാക്ഷനിൽ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ചെയ്ത് നോക്കിക്കോളൂ, തീർച്ചയായിട്ടും അത് നടന്നിരിക്കും. അതായത് വിഷൻ ബോർഡ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന എല്ലാ സ്ഥലത്തും എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ബെഡ്റൂമിലാകാം, അടുക്കളയിലാകാം, കൂടുതൽ ടൈം നമ്മൾ വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമ്മൾ യാത്ര പോവാണ്. അപ്പൊ നമ്മുടെ ബാഗിൽ, നമ്മുടെ പേഴ്സിൽ നമ്മൾ എപ്പോഴും എടുക്കാൻ സൗണ്ടിന്റെ ഒരു ഡിസ്റ്റർബൻസ് വരുവേ. അപ്പോ എന്താണ് നമ്മൾ എടുക്കാൻ സാധ്യതയുള്ള, ഇപ്പൊ പേഴ്സ് ആണെങ്കിൽ പേഴ്സിൽ ഒക്കെ നമുക്ക് ഈ ഒരു സാധനം വെക്കാം. അതിൽ നിന്ന് അത് എടുത്ത് നമുക്ക് എപ്പോഴും കാണാൻ സാധ്യത, അത്രയേ ഉള്ളൂ. ഇനി എന്താ വിഷൻ ബോർഡ് എന്ന് പറയുന്നത്? നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിന്റെ ഒരു ഫോട്ടോ കിട്ടാനായിട്ട് ഇന്ന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലെ? അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന അവിടെ ഒരു പർട്ടിക്കുലർ ജോബ് പൊസിഷൻ ആണെങ്കിൽ, ഇപ്പൊ ഒരു മാനേജർ പോസ്റ്റ് ആണെങ്കിൽ അവിടെ ഇരിക്കുന്നതായിട്ടുള്ള നമ്മുടെ തന്നെ ഫോട്ടോ നമുക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലത്. ഇനി ഇല്ലെങ്കിൽ പോട്ടെ, ഏതെങ്കിലും ഒരു വ്യക്തി ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്നത്, ഓക്കെ, അവിടെ നമ്മുടെ നെയിം ബോർഡ് വെക്കുന്നത്, നമ്മൾ ആ ID ടാഗ് ഇട്ട് അതിൽ സ്റ്റെപ്പ് കയറി പോകുന്നത്, അവിടെ പഞ്ച് ചെയ്യുന്നതിന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള, പിന്നെ അത് ഉപയോഗിച്ച് നമുക്ക് ക്യാഷ് കിട്ടുന്നത്, ലാസ്റ്റ് നമ്മുടെ അക്കൗണ്ടിൽ സാലറി ക്രെഡിറ്റഡ് എന്നുള്ള ഒരു മെസ്സേജ് എന്തെങ്കിലും വരുവാണെങ്കിൽ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് പ്രിന്റ് എടുത്ത് അങ്ങനെ വെക്കാം. കയ്യിൽ കുറെ നോട്ട് കെട്ടുകൾ ഇരിക്കുന്നതിന്റെ ഒരു ഫോട്ടോ, അതുപയോഗിച്ച് നമ്മുടെ നല്ലൊരു വാഹനത്തിൽ വരുന്നതോ ഇങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ ചെറിയ ഫോട്ടോസ് എടുത്ത് അടുത്തടുത്ത് നമ്മൾ ഒരു ചെറിയ ഒരു കാർഡ്ബോർഡ് അല്ലെങ്കിൽ ഒരു തെർമോകോളിൽ നമ്മൾ ഒട്ടിച്ചു വെക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് അതിനകത്ത് വിഷൻ ബോർഡിൽ ചെയ്യേണ്ടത്. അത് നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ നമുക്കത് വെക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയൊന്നും നിങ്ങൾ ചെയ്തു നോക്കൂട്ടോ. ഈ ഒരു 2 കാര്യങ്ങൾ, അതായത് അഫർമേഷൻ ഡെയിലി നിങ്ങൾ പറയണം. വിഷൻ ബോർഡ് ഒരു തവണ ക്രിയേറ്റ് ചെയ്താൽ മതി. ഒരു തവണ അത് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഈ കാണുന്ന ഭാഗങ്ങളിലൊക്കെ വെക്കുമ്പോൾ രാവിലെ തുടങ്ങി, അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വാക്കുകളെക്കാൾ ഉപരി കാണുന്നതിന്. ഓക്കെ, അപ്പൊ ആ ഒരു വിഷൻ ബോർഡ് എന്ന് പറയുന്നത് തന്നെ അതാണ്, നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നതിന് കൂടുതൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഈ 2 കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. ഇനി 3ാമത്തെ കാര്യം എന്ന് പറയുന്നത്
നമ്മളൊരു ജോലി ആഗ്രഹിക്കുന്ന നിമിഷം തുടങ്ങി അത് കിട്ടുന്നത് വരെ ചിലപ്പോൾ ആഴ്ചകൾ, ചിലർക്ക് മാസങ്ങൾ, ചിലർക്ക് വർഷങ്ങൾ താമസമെടുക്കും. ഇത്രയും കാലമൊക്കെ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഒരു വ്യക്തിക്ക് ഇരിക്കാന്ന് പറയുന്നത് ചിലർക്കൊന്നും സാധ്യമാകുന്ന കാര്യമല്ല. എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് എപ്പോഴേ നെഗറ്റീവ് അടിച്ചിട്ടുണ്ടാവും, ഡൗൺ ആയി പോയിട്ടുണ്ടാകും അല്ലെ. ചിലർക്ക് 1-2 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ തന്നെ മനസ്സ് ഡൗൺ ആയി, ഇനിയിപ്പോ എനിക്ക് കിട്ടാനൊന്നും പോകുന്നില്ല എന്നുള്ളൊരു ചിന്താഗതി വരും. അപ്പൊ ഇതിനെ നീക്കം ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ഏറ്റവും നമ്മളെ മനസ്സിനെ ഹീൽ ചെയ്യാവുന്ന, നെഗറ്റീവിനെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇപ്പം ഞാനൊരു ഹിന്ദുമത വിശ്വാസി ആയതുകൊണ്ട് എന്റേതായ രീതിയിലാണ് പറയുന്നത്. പക്ഷെ നിങ്ങളുടേതായിട്ടുള്ള മതാചാര പ്രകാരം, കാരണം നമ്മുടെ യൂണിവേഴ്സ് എന്ന് പറയുന്ന പ്രപഞ്ച ശക്തി എന്ന് പറയുന്ന ദൈവം തന്നെയാണ്. ഈ ഒരു പ്രപഞ്ച ശക്തിയുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മുടെ മനസ്സിലെ നെഗറ്റീവിനെ ഇല്ലായ്മ ചെയ്യാനും ഒരു ഹീലിംഗ് പവർ നമുക്ക് നൽകുന്നതുമാണ് പ്രാർത്ഥന. ഇപ്പൊ നിങ്ങൾക്ക് ഹിന്ദുക്കളാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ജോലി തടസ്സങ്ങളെല്ലാം നീക്കാനായിട്ട് നമ്മൾ ഗണപതി ഭഗവാനെയാണ് പ്രാർത്ഥിക്കുക. ഗണപതി ക്ഷേത്രങ്ങളിൽ പോയിട്ട്, ഞാൻ ഒരു വഴിപാടിന്റെ കാര്യവും പറയുന്നില്ല, കാരണം പേഴ്സണലി ഞാൻ അങ്ങനെ ഒരു വഴിപാടും അങ്ങനെ ചെയ്യാനായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളല്ല. അതിന് എഗെയിൻസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ആണ് കാര്യം. കുറച്ചൊക്കെ ചെയ്യും, പക്ഷെ വല്ലാതെ അങ്ങ് അതിന് അഡിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. പ്രാർത്ഥിക്കും, ക്ഷേത്രങ്ങളിൽ പോകും. ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ്. മിക്കവാറും അത് പോയില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തന്നെ പ്രാർത്ഥന, ദൈവം അതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകും. ഓക്കെ, അപ്പോ എന്താണ് ഈ പറഞ്ഞ ഗണപതി ക്ഷേത്രങ്ങളിൽ പോയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഒരു മന്ത്രം ഞാനിവിടെ പറഞ്ഞു തരാം. അതായത് വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരുമേ ദേവ സർവകാര്യേഷു സർവദ എന്ന് പറയുന്ന ഒരു മന്ത്രം നിങ്ങൾക്ക്, ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ആ ഒരു മന്ത്രം നിങ്ങൾക്ക് ചെല്ലാവുന്നതാണ്. അതായത് വൈകിട്ട് വിളക്ക് കൊളുത്തി അല്ലെങ്കിൽ രാവിലെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ഡെയിലി നിങ്ങൾക്ക് ചെല്ലാം. അതുപോലെ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ വിജയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഹനുമാൻ സ്വാമിയാണ്. അപ്പോ ഓം ശ്രീ കാര്യസിദ്ധി ആഞ്ജനേയ സ്വാമിനേ നമ എന്ന മന്ത്രം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ചകളില് നിങ്ങൾക്ക് 5 നമ്മുടെ നാരങ്ങ തോടിലെ, അപ്പൊ നാരങ്ങ ദീപം കത്തിക്കുന്നത് വളരെ നല്ലതാണ്. പൂജാ റൂമില് ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോയ്ക്ക് മുമ്പിൽ, അതിന് ഫോട്ടോ ഇല്ല എങ്കിലും നിങ്ങൾക്ക് ഈ നാരങ്ങ ദീപം കൊളുത്തുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. അപ്പൊ ഹനുമാൻ ക്ഷേത്രങ്ങളിൽ പോവുകയോ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യാം. അവിടെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അവിടെ ഹനുമാൻ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ വെറ്റിലമാല സമർപ്പണം എന്ന് പറയുന്നത് അതെനിക്ക് ഇതുവരേക്കും എനിക്ക് ഫലം കിട്ടിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. വടമാലയും അതുപോലെ വെറ്റിലമാല സമർപ്പണവും. വഴിപാടെന്ന് പറയുമ്പോൾ എല്ലാത്തിലും അല്ല, പക്ഷെ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കാര്യം മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടോ ഭഗവാൻ അത് നിറവേറ്റി തന്നിട്ടേ ഉള്ളൂ ഈ കാലം വരേക്കും. അങ്ങനെയാണല്ലോ നമുക്ക് വിശ്വാസം വരുന്നത്. എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് അതിന് റിസൾട്ട് കിട്ടുമ്പോഴാണ് നമുക്ക് ഒന്നുകൂടി വിശ്വാസം വരിക. അങ്ങനെ എനിക്ക് വിശ്വാസം വന്നിട്ടുള്ള കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് ജോലി തടസ്സങ്ങളുടെ കാര്യത്തിൽ. ജോലി വിജയം, അതെന്ത് കാര്യമാണല്ലോ, നമ്മുടെ എന്ത് കാര്യങ്ങൾക്കുള്ള വിജയങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഹനുമാൻ സ്വാമിയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോ ഈ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മൾ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയട്ടെ. അവിടെ ദീപം തെളിയിക്കുക എന്ന് പറയുമ്പോൾ ദീപം എന്ന് പറയുന്നത് ഇരുട്ടിനെ നീക്കം ചെയ്യുന്നതെന്നാണ്. ഇരുട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലെ ഇരുട്ടാണ്. നമ്മുടെ മനസ്സിലെ നെഗറ്റീവ് ആയിട്ടുള്ള ഇരുട്ടിനെയാണ് നമ്മൾ നീക്കം ചെയ്യേണ്ടത്. മുറിക്കകത്തെ ഇരുട്ടിനെ തെളിയിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. അതുപോലെ ആ ദീപം കത്തി ഉയരുമ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള എല്ലാ മാലിന്യങ്ങളെയും അത് ഇല്ലായ്മ ചെയ്യുന്നു. കർപ്പൂരമൊക്കെ ഒഴിയുമ്പോൾ അതാണ് ശരിക്കും അവിടെ സംഭവിക്കുന്ന. അന്തരീക്ഷത്തിലെ എല്ലാ ബാക്ടീരിയാസ്, മാലിന്യങ്ങൾ ഇതിനെയൊക്കെ നിർമ്മാർജ്ജനം ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ, ചുരുക്കം പറഞ്ഞാൽ, നമ്മൾ വിളക്ക് കൊളുത്തിയിരിക്കുമ്പോൾ ആ തിരുനാളത്തിലേക്ക് തന്നെ നമ്മൾ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ ഫോക്കസിങ് കിട്ടുകയും കൂടെ ചെയ്യും, ഏകാഗ്രത. അപ്പൊ ശരിക്കും അവിടെ ഏകാഗ്രത വേണം, മനസ്സില് മാലിന്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഈ 2 കാര്യങ്ങളിലൂടെ വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട്. അല്ലാതെ വെറുതെ വിളക്ക് കൊളുത്തി നമ്മൾ TV നോക്കി, അല്ലെങ്കിൽ മനസ്സിൽ ഒരാളുടെ ദേഷ്യവും വെറുപ്പും ഒക്കെ ഉള്ളിന്റെ ഉള്ളിലുണ്ട്, ഒരാളോട് ദേഷ്യം വെറുപ്പൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു ദീപം തെളിയിച്ചിട്ടും കാര്യമില്ല, ഒരു വിളക്കിന് മുമ്പിൽ ഇരുന്ന് ഒന്നും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. കാരണം ഉള്ളിലെ നെഗറ്റീവിനെ റിമൂവ് ചെയ്യാതെ നമ്മൾ ഒരു ദീപം കൊളുത്തിയിട്ടും കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി എന്ന് തന്നെ ഞാൻ 100% പറയില്ല. കാരണം ഞാനും ഇത് ചെയ്തപ്പോൾ ഞാനും ആഗ്രഹിക്കുന്ന സ്ഥാപനം എന്ന് പറഞ്ഞൊരു സ്ഥാപനം വെച്ചു. ആ സ്ഥാപനത്തിലല്ലെങ്കിലും അതിനോടടുത്ത് തന്നെ ഉള്ള അതേ പൊസിഷനിൽ തന്നെയുള്ള ഏകദേശം അതിനോടടുത്ത സാലറി ഉള്ള ഒരു ജോബ് തന്നെ എനിക്കും ലഭിച്ചു.
ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നൊരു സ്ഥാപനം ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഡൗട്ട് അടിക്കരുത്, അയ്യോ എനിക്കിത് ഇവിടെയൊക്കെ കിട്ടുമോ, എനിക്ക് ഇത്രയൊക്കെ സാലറി കിട്ടുമോ എന്ന് വിചാരിച്ചാൽ അവിടെ നമ്മൾ നടക്കാൻ പോകുന്നില്ല. വിശ്വാസം വേണം, കൺസിസ്റ്റൻസി വേണം. നിങ്ങൾ വിശ്വസിച്ച് ചെയ്തോളൂ. അതേ സ്ഥാപനം അല്ലെങ്കിലും, ഇപ്പൊ നമ്മൾ ഫെഡറൽ ബാങ്കിൽ ഇന്നൊരു എംപ്ലോയി ആയിട്ട് കിട്ടണം, അല്ലെങ്കിൽ ഗവൺമെന്റ് ടെസ്റ്റ് എഴുതുമ്പോൾ പിന്നെ അതേ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ പോലും, ചിലപ്പോൾ അതേ സ്ഥാപനം അല്ലെങ്കിൽ പോലും അങ്ങനെ ഒരു ജോബ് നിങ്ങൾക്ക് എന്തായാലും, ഒരു സ്ഥിര വരുമാനമുള്ള ജോബ് നിങ്ങൾക്ക് എന്തായാലും കിട്ടാനായിട്ട് നിങ്ങളെ അത് സഹായിക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇതെല്ലാം, ഇതിന്റെ റിസൾട്ട് കിട്ടുന്നതും ഇത് ഫലവത്താകുന്നതും ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു തന്നിട്ടും കാര്യമില്ല. നമ്മുടെ മനസ്സിന്റെ വിശ്വാസം എത്രത്തോളം പവർഫുൾ ആണോ, എത്രത്തോളം കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, മറ്റുള്ളവർ എന്തും നിങ്ങളുടെ അടുത്ത് പറഞ്ഞോട്ടെ. ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ ഇന്ന എക്സാമിന് തയ്യാറെടുക്കുകയാണെന്നോ, നിങ്ങൾ ഇന്നൊരു ജോബിന് തയ്യാറെടുക്കുകയാണെന്നോ നിങ്ങൾ ആരോടും വെളിപ്പെടുത്താതിരിക്കുക. കാരണം മറ്റുള്ളവരോട് പറയുമ്പോൾ അവരിൽ നിന്ന് നെഗറ്റീവ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അത് നിങ്ങളുടെ മനസ്സിലേക്ക് എടുക്കുന്ന ഒരാളാണ് എങ്കിൽ അവിടെ വീണ്ടും കാലതാമസം വരും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കുക. അത് നിങ്ങളുടെ മനസ്സിലിട്ട് വളർത്തിയെടുക്കുക. അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുക. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ ഇതിനോടൊപ്പം ആക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഏത് ജോലി ആഗ്രഹിക്കുന്നോ അതിനുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ആ ജോബിന് വേണ്ട സ്കിൽ എന്തൊക്കെയാണെന്ന് നിങ്ങൾ നോക്കുക. കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണ്ടതാണെങ്കിൽ അത് നേടിയെടുക്കുക. ലീഡർഷിപ്പ് സ്കിൽ വേണ്ടതാണെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അപ്പൊ ആ കഴിവുകൾ നമ്മൾ അച്ചീവ് ചെയ്യുക. എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് മനസ്സ് വ്യഗ്രത കൊള്ളുക. ഇതൊക്കെ ആവുമ്പോൾ നമുക്ക് എപ്പോഴും പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ എത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്